പുറപ്പാട് പുസ്തകം അധ്യായം 29. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. അവർ പൗരോഹിത്യ സ്ഥാനികളായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവരെ പ്രതിഷ്ഠിക്കേണ്ടതിന് നീ ചെയ്യേണ്ടത് ഇതാണ്: ഒരു കാളക്കുട്ടിയെയും ഊനമില്ലാത്ത 2 മുട്ടാടുകളെയും എടുക്കുക. ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശയും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കുക. അത് ഒരു കൊട്ടയിൽ വച്ച് കാളക്കുട്ടിയും 2 മുട്ടാടുകളും സഹിതം കൊണ്ടുവരിക. അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും സമാപന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നു വെള്ളം കൊണ്ട് കഴുകുക. അനന്തരം വസ്ത്രങ്ങൾ എടുത്ത് അഹറോനെ ഉള്ളങ്കിയും ഏഫോദിൻ്റെ അങ്കിയും ഏഫോദും മാർച്ചട്ടയും ധരിപ്പിച്ച് ഏഫോദിൻ്റെ ഇടക്കെട്ട് അവൻ്റെ അരയ്ക്ക് കെട്ടുക. അവൻ്റെ തലയിൽ മുടി വച്ച് വിശുദ്ധ തകിട് മുടിമേൽ വയ്ക്കുക. പിന്നീട് നീ അഭിഷേക തൈലം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കുക. അഹറോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് ഇടക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കുക. പൗരോഹിത്യസ്ഥാനം അവർക്ക് നിത്യാവകാശമായിരിക്കും. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും അങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കണം. പിന്നീട് നീ ഒരു കാളയെ സമാപന കൂടാരത്തിൻ്റെ മുമ്പിൽ വരുത്തുക. അഹറോനും പുത്രന്മാരും കാളയുടെ തലയിൽ തങ്ങളുടെ കൈവയ്ക്കണം. സമാപന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീ കാളയെ കൊല്ലുക. കാളയുടെ രക്തത്തിൽ കുറെ നീ എടുത്ത് നിന്റെ വിരൽ കൊണ്ട് അത് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ബാക്കി രക്തം മുഴുവൻ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യുക. കുടലിനെ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും വൃക്കകൾ 2ഉം അവയിലേക്കുള്ള മേധസ്സും നീ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കുക. എന്നാൽ കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിനു പുറത്തു വെച്ച് ചുട്ടുകളയുക. ഇത് ഒരു പാപയാഗം. പിന്നീട് ഒരു ആടിനെ കൊണ്ടുവരിക. അഹറോനും അവൻ്റെ പുത്രന്മാരും ആടിൻ്റെ തലയിൽ കൈവയ്ക്കണം. നീ ആടിനെ കൊന്ന് അതിൻ്റെ രക്തം എടുത്ത് യാഗപീഠത്തിന് ചുറ്റും തളിക്കണം. ആടിനെ കഷണങ്ങളായി അതിൻ്റെ കുടലും കാലുകളും കഴുകി കഷണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കുക. അത് മുഴുവൻ യാഗപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കുക. ഇത് കർത്താവിനുള്ള ഹോമയാഗം, അഗ്നിയിൽ കർത്താവിന് നൽകുന്ന സൗരഭ്യവാസന. ഇനി മറ്റേ ആടിനെ കൊണ്ടുവരിക. അഹറോനും അവൻ്റെ പുത്രന്മാരും ആടിൻ്റെ തലയിൽ കൈവയ്ക്കണം. നീ ആടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ കുറെ എടുത്ത് അഹറോന്റെ വലത്തു കാതിൻ്റെ അഗ്രത്തിലും അവൻ്റെ പുത്രന്മാരുടെ വലത്തു കാതിൻ്റെ അഗ്രത്തിലും അവരുടെ വലതു കാലിൻ്റെ പെരുവിരലിൻ്റെ അഗ്രത്തിലും പുരട്ടുകയും ബാക്കി രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കുകയും ചെയ്യുക.
ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ കുറേയും അഭിഷേക തൈലത്തിൻ്റെ കുറേയും എടുത്ത് അഹ്റോന്റെയും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രങ്ങളിന്മേലും തളിക്കുക. അങ്ങനെ അവനും അവൻ്റെ വസ്ത്രങ്ങളും അവനോടുകൂടി അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അത് ശുദ്ധീകരണത്തിൻ്റെ ആട് ആയതുകൊണ്ട് ആടിൻ്റെ മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള നെയ്വലയും വൃക്കകൾ രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറാകും. കർത്താവിൻ്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന കൊട്ടയിൽ നിന്ന് ഒരു അപ്പവും എണ്ണ പകർന്ന ഒരു ദോശയും എണ്ണ പുരട്ടിയ ഒരു വടയും എടുക്കുക. അത് അഹ്റോന്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനാർപ്പണമായി ഒഴിയുക. നീ അത് അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് യാഗപീഠകത്തിന്മേൽ ഹോമയാഗത്തിന് മീതെ കർത്താവിൻ്റെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇത് കർത്താവിനുള്ള ദഹനയാഗം. പിന്നെ അഹ്റോന്റെ പ്രതിഷ്ഠയ്ക്കുള്ള മുട്ടാടിൻ്റെ നെഞ്ച് എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാഞ്ജനാർപ്പണമായി ഒഴിയണം. അത് നിനക്കുള്ള ഓഹരിയാണ്. നീരാജനാർപ്പണം ചെയ്ത നെഞ്ചും പുരോഹിതൻ്റെ ഓഹരിയും പ്രതിഷ്ഠയ്ക്കുള്ള മുട്ടാടിൽ നിന്ന് എടുത്തതും നീരാജനാർപ്പണം ചെയ്ത കൈക്കുറകും നീ ശുദ്ധീകരിക്കണം. അത് ഇസ്രായേൽ മക്കളിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിത്യാവകാശമായിട്ടുള്ളതായിരിക്കും. അത് ഇസ്രായേൽ ജനം അർപ്പിക്കുന്ന സമാധാന ബലിയിൽ നിന്ന് പുരോഹിതനുള്ള വിഹിതമാകുന്നു. കർത്താവിനുള്ള ബലി തന്നെ. അഹ്റോന്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്ക് ഉള്ളതായിരിക്കും. അതിൽ അവർ അഭിഷേകവും പൗരോഹിത്യവും പ്രാപിക്കണം. അവന് പകരം പുരോഹിതനായിത്തീരുന്ന അവൻ്റെ പുത്രൻ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുവാൻ വിശുദ്ധ കൂടാരത്തിൽ കടക്കുമ്പോൾ 7 ദിവസം അത് ധരിച്ചിരിക്കണം. പ്രതിഷ്ഠയുടെ മുട്ടാടിനെ നീ എടുത്ത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം. ആ മുട്ടാടിൻ്റെ മാംസവും കൊട്ടയിലുള്ള അപ്പവും അഹ്റോനും അവൻ്റെ പുത്രന്മാരും സമാപന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് തിന്നണം. അവരുടെ ശുദ്ധീകരണത്തിനും പവിത്രീകരണത്തിനും വേണ്ടിയുള്ള പാപപരിഹാരത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ അവർ തിന്നണം. അന്യർ അതിൽ നിന്ന് തിന്നരുത്, എന്തെന്നാൽ അത് വിശുദ്ധമാകുന്നു. ആ യാഗപീഠത്തിൻ്റെ മാംസമോ അപ്പമോ ബാക്കി വന്നാൽ പ്രഭാതത്തിൽ അത് തീയിലിട്ട് ചുട്ടുകളയണം. അത് വിശുദ്ധമാകയാൽ തിന്നരുത്. ഇങ്ങനെ ഞാൻ കൽപ്പിച്ചതുപോലെ എല്ലാം അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും നീ ചെയ്യണം. 7 ദിവസം അവർ പുരോഹിത സ്ഥാനദാനത്തിനായിരിക്കണം.
പാപപരിഹാരത്തിനുള്ള വഴിപാടായി ദിവസേന ഒരു കാളയെ യാഗമർപ്പിക്കണം. ബലിപീഠത്തിൻ്റെ ശുദ്ധീകരണത്തിന് അതിനു വേണ്ടി പ്രായശ്ചിത്തം നടത്തിയ ശേഷം അത് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. 7 ദിവസം യാഗപീഠത്തിനു വേണ്ടി പ്രായശ്ചിത്തം നടത്തി അത് ശുദ്ധീകരിക്കണം. അങ്ങനെ അത് അതിവിശുദ്ധ യാഗപീഠമായി തീരും. യാഗപീഠം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് ഇതാണ്: 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ ദിവസേന തുടർച്ചയായി അർപ്പിക്കണം. ഒരാട്ടിൻകുട്ടിയെ രാവിലെയും മറ്റൊരാട്ടിൻകുട്ടിയെ സന്ധ്യയ്ക്കും അർപ്പിക്കണം. ആട്ടിൻകുട്ടിയോടൊപ്പം 1/4 ഹിൻ എണ്ണയിൽ കുഴച്ച് ഇടങ്ങഴി നേരിയ മാവും പാനീയയാഗമായി 1/4 ഹിൻ വീഞ്ഞും അർപ്പിക്കണം. രാവിലത്തെ ഭോജനയാഗം പോലെയും പാനീയയാഗവും പോലെ തന്നെ മറ്റേ ആട്ടിൻകുട്ടിയെ സൗരഭ്യവാസനയായി കർത്താവിന് ദഹനയാഗമായി വൈകിട്ട് അർപ്പിക്കണം. നിന്നോട് സംസാരിക്കുവാൻ ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള സമാപന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് കർത്താവിൻ്റെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറകളിലായി നിരന്തര ഹോമയാഗം ആയിരിക്കണം. അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും. എൻ്റെ തേജസ്സാൽ അത് വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ സമാപന കൂടാരവും യാഗപീഠവും വിശുദ്ധീകരിക്കും. എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ വിശുദ്ധീകരിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിച്ച് അവർക്ക് ദൈവമായിരിക്കും. അവരുടെ ഇടയിൽ വസിക്കേണ്ടതിനായി അവരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് അവർ ഗ്രഹിക്കും. അവരുടെ ദൈവമായ കർത്താവ് ഞാൻ തന്നെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.